പാർട്ടിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഗുണ്ടായിസം നടത്തുകയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയെ ഭയപ്പെടുത്താനാണ് ശ്രമം. അക്കൗണ്ടുകളെക്കുറിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് അറിയാം. കേന്ദ്ര സർക്കാർ നടപടികളെ നിയമപരമായി നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ EDയും അതുപോലെ തന്നെ ഇൻകം ടാക്സും ഒരുതരം ഗുണ്ടായിസമാണ് CPMനെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടിയാണ്. പിന്നെന്താ സംശയം? ഞങ്ങൾക്ക് അറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ? ജെയ്സൺ ചാമോളപ്പിൽ വിശദാംശങ്ങളുമായി. ജെയ്സൺ, എന്തൊക്കെയാണ് MV ഗോവിന്ദൻ പറയുന്നത്? ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് MV ഗോവിന്ദൻ തൃശ്ശൂരിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് MV ഗോവിന്ദൻ തൃശ്ശൂർ എത്തിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തോട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഒന്ന് പാനൂരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നേരത്തെ നികേഷ് കുമാർ സൂചിപ്പിച്ചു, തങ്ങൾക്ക് ഈ പാർട്ടിക്ക് ഈ പാനൂർ സംഭവത്തിൽ ഒരു ബന്ധവുമില്ല, നേതാക്കൾ പോയ കാര്യം തനിക്കറിയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതേസമയം പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടവരെന്നും അദ്ദേഹം പറയുന്നു. ഇതിനും അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ CPMനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ED, IT, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സിൻ്റെയൊക്കെ പരിശോധനയും ചോദ്യം ചെയ്യലും സംബന്ധിച്ച പ്രതികരണങ്ങൾക്കും MV ഗോവിന്ദൻ മുതിർന്നിട്ടുണ്ട്. EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സ് നടത്തുന്നത് തികഞ്ഞ ഗുണ്ടായിസമാണ്. പാർട്ടിയെ ഭയപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. EDയും ഇൻകം ടാക്സ് നടത്തുന്നത് നിയമപരമായ നടപടികളല്ല. തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ പാർട്ടി അക്കൗണ്ടുകളെക്കുറിച്ചും സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായ ബോധ്യമുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം അതായത് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന 5 കോടി 10 ലക്ഷം രൂപയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് മരവിപ്പിച്ച സ്ഥിതിയുണ്ട്. ഇതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള എല്ലാ കണക്കുകളും ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര സർക്കാരും നേരത്തെ അതിനെ കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് MV ഗോവിന്ദൻ ആരോപിക്കുന്നത്. EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സും കേന്ദ്ര സർക്കാരും BJP നടത്തുന്ന മുഴുവൻ കടന്നാക്രമണങ്ങളെയും പ്രതിരോധിക്കും എന്നുകൂടി MV ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകിയത്. MV ഗോവിന്ദൻ നേരത്തെ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജെയ്സൺ ചാമോളപ്പിൽ.